ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈസാ നബി മലയാളം എപ്പിസോഡ് 25 ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കുകയാണ്. ഏവരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇത് എൻ്റെ 168ാമത്തെ വീഡിയോയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ ഈസാ നബി മലയാളം 24ാമത്തെ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞത് വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്ന് നമ്മൾ വചനം ശ്രവിക്കുകയായിരുന്നു. ഉദ്ദേശ്യം അത്രയേ ഉള്ളൂ. വചനശ്രവണം നമ്മുടെ ഹൃദയങ്ങളെ നിർമ്മലമാക്കുന്നു, വിശുദ്ധമാക്കുന്നു, പാപക്കറകളെ കഴുകിക്കളയുന്നു. വചനം വായിക്കുന്ന വ്യക്തി, ഇപ്പോൾ ഞാനാണ് വായിക്കാൻ പോകുന്നത്, ആ വ്യക്തിയുടെ ശബ്ദം എത്ര അരോചകമായാലും ശ്രവിക്കപ്പെടുന്നത് ദൈവവചനമാണെന്നുള്ള വിശ്വാസത്തോടുകൂടി കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്നും വായിച്ചു കേട്ടതിൻ്റെ ബാക്കി നമുക്ക് ഇന്ന് വായിച്ചു കേൾക്കാം. വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിലെ 7-ാം വാക്യം വരെയാണ് നാം വായിച്ചു നിർത്തിയത്. അതിൻ്റെ ബാക്കി ഞാൻ വായിക്കുകയാണ്. ഈ വചനങ്ങൾ നമ്മെ നമ്മുടെ പാപത്തിൽ നിന്ന് നീക്കുമാറാവട്ടെ, ഹൃദയത്തെ വെണ്മയുള്ളതാക്കട്ടെ. ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര യേശുവേ, അങ്ങ് എൻ്റെ കാര്യത്തിൽ എന്തിന് ഇടപെടുന്നു? ദൈവത്തെക്കൊണ്ട് ആണയിട്ട് ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു, അങ്ങ് എന്നെ പീഡിപ്പിക്കരുതേ. കാരണം അശുദ്ധാത്മാവേ, ആ മനുഷ്യനിൽ നിന്ന് പുറത്തു വരൂ എന്ന് യേശു ആജ്ഞാപിച്ചിരുന്നു. നിന്റെ പേരെന്താണ്? യേശു ചോദിച്ചു. അവൻ പറഞ്ഞു, എൻ്റെ പേര് ലഗിയോൺ. ഞങ്ങൾ അനേകം പേരുണ്ട്. തങ്ങളെ ആ നാട്ടിൽ നിന്ന് പുറത്താക്കരുതേ എന്ന് അവൻ കേണപേക്ഷിച്ചു. വലിയ ഒരു പന്നിക്കൂട്ടം മലയരികിൽ മേയുന്നുണ്ടായിരുന്നു. ഞങ്ങളെ ആ പന്നിക്കൂട്ടത്തിലേക്ക് അയക്കുക, ഞങ്ങൾ അവയിൽ പ്രവേശിച്ചു കൊള്ളട്ടെ എന്ന് അവർ അപേക്ഷിച്ചു. അവൻ അനുവാദം നൽകി. അശുദ്ധാത്മാക്കൾ പുറത്തു വന്ന് പന്നിക്കൂട്ടത്തിൽ പ്രവേശിച്ചു. ഏകദേശം 2000 പന്നികളുണ്ടായിരുന്നു. അവ കിഴുക്കാൻ തൂക്കായ തീരത്തിലൂടെ പാഞ്ഞു ചെന്ന് കടലിൽ മുങ്ങിച്ചത്തു. ഒന്ന് ഓർത്തു നോക്കണം, ഏകദേശം 2000-ഓളം പന്നികളെ വിഭ്രാന്തി പിടിപ്പിച്ച് കടലിൽ മുക്കിക്കൊല്ലാൻ പര്യാപ്തമായ പൈശാചിക ശക്തിയാണ് കേവലം ഒരൊറ്റ വ്യക്തിയുടെ മുന്നിൽ, ഒരൊറ്റ വ്യക്തിയുടെ ഹൃദയത്തിൽ, ഒരൊറ്റ വ്യക്തിയുടെ ശരീരത്തിൽ പ്രവേശിച്ചിരുന്നതെന്ന് നാം ഓർക്കുമ്പോൾ ആ വ്യക്തി എന്തുമാത്രം വിഭ്രാന്തിയിലായിരുന്നിരിക്കണം. അതുകൊണ്ടാണ് നാം കഴിഞ്ഞ പ്രാവശ്യം വായിച്ചു കേട്ടത്, ചങ്ങല കൊണ്ടുപോലും ബന്ധിക്കാൻ പര്യാപ്തമല്ലാത്ത വിധത്തിൽ ചങ്ങലകൾ പൊട്ടിച്ചെറിയുന്ന ഒരു സ്വഭാവം വരെ
ഈ വ്യക്തിക്കുണ്ടായിരുന്നു. ശക്തി കിട്ടുന്നത് 2000-ഓളം പന്നിക്കൂട്ടങ്ങളെ കിഴുക്കാൻ തൂക്കായ മലഞ്ചെരിവിലൂടെ മുകളിലേക്ക് വിഭ്രാന്തിയിൽ പ്രവേശിപ്പിച്ച് കടലിലേക്ക് ചാടി മുക്കിക്കൊല്ലാൻ പര്യാപ്തമായ നിരവധി പൈശാചിക ശക്തികൾ ഒരൊറ്റ വ്യക്തിയിൽ മാത്രം കേന്ദ്രീകരിച്ചു എന്നതാണ്. പൈശാചിക ശക്തികൾ വളരെ സാവധാനമാണ് വന്ന് കൂടുകൂട്ടുന്നത്. കൂടുകൂട്ടുന്ന പൈശാചിക ശക്തികൾക്ക് പറ്റിയ ഇടമാണെന്ന് കരുതുന്ന പക്ഷം കൂടുതൽ പൈശാചിക ശക്തികൾ എത്തുന്നു, അവ കൂടുകൂട്ടുന്നു. ഏകദേശം 2000 പന്നികളെ മുക്കിക്കൊല്ലാൻ പറ്റുന്ന തരത്തിൽ ഒരു മനുഷ്യ ശരീരം, ഒരൊറ്റ മനുഷ്യ ശരീരം പൈശാചിക ശക്തിയാൽ നിറയുന്നു. ആ സമയത്ത് ആ വ്യക്തി അനുഭവിക്കുന്ന വേദന, വിഭ്രാന്തി ആ വ്യക്തിക്ക് മാത്രമേ പറഞ്ഞറിയിക്കാൻ പറ്റുകയുള്ളൂ. നമ്മുടെ ഇന്നത്തെ ഈ സുവിശേഷത്തിൽ നാം കാണുന്ന വ്യക്തിക്ക് ആ അനുഭവിച്ച സമയത്തുള്ള വേദന, ശാരീരിക വേദനയേക്കാളുപരി മാനസിക വേദന എത്രമാത്രമാണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്രയ്ക്കും വലുതാണ്. പക്ഷേ അദ്ദേഹം സുഖപ്പെടുകയാണ്. സുഖപ്പെട്ട വ്യക്തി പിന്നീട് തിരിഞ്ഞു നോക്കുന്നില്ല പിശാചിൻ്റെ ആ ജീവിതത്തിലേക്ക്, പിശാച് നടത്തിയ പാതയിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. ആ വാസ്തവം നമുക്ക് മനസ്സിലാക്കാം. നാമും സുഖപ്പെടാൻ ഇടവരാൻ വേണ്ടി യേശുവിന് വേണ്ടി കാത്തിരിക്കാം. നമുക്കും വിളിച്ചപേക്ഷിക്കാം, യേശുവേ എന്നെ സുഖപ്പെടുത്തണമേ. പൈശാചിക ശക്തികൾ ഒന്നൊന്നായി നമ്മിൽ നിന്ന് അകന്നുപോയി പന്നിക്കൂട്ടങ്ങളിൽ പോയി നമ്മൾ രക്ഷപ്പെടുന്നതിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ഈ വലിയ പന്നി കൂട്ടങ്ങളെ നശിപ്പിക്കാൻ തക്ക പൈശാചിക ശക്തികൾ കടന്നു വരുന്നത് ഒരുമിച്ച് 2000-ഓളം അല്ലെങ്കിൽ അതിലും വലിയൊരു ശക്തിയായ നിരവധി പിശാചുക്കളല്ല, ഒരൊറ്റ പിശാചായിട്ടാണ്, അല്ലെങ്കിൽ ലഘുവായ പൈശാചിക ശക്തിയായിട്ടാണ്. വളരാൻ പറ്റിയ ഇടമാണെന്നറിയുമ്പോഴാണ് കൂടുതൽ പിശാചുക്കൾ അല്ലെങ്കിൽ കൂടുതൽ ശക്തികൾ കടന്നു വരുന്നതും വലിയൊരു പൈശാചിക വിഭ്രാന്തിയിൽ നമ്മൾ പെടുന്നതും. അവസാനം അത് തെറ്റാണെന്ന് പോലും അറിയാൻ ഇടവരാത്ത രീതിയിൽ നാം ജീവിച്ചു പോകുന്നു. വിഭ്രാന്തിയുടെ ജീവിതത്തിൽ ജീവിച്ചു പോകുന്നു. ജീവിക്കുന്ന നിമിഷങ്ങളിൽ ഇത് സന്തോഷമാണെന്ന് തോന്നിക്കൊണ്ട് നാം ജീവിച്ചു പോകുന്നു. പക്ഷേ അതിൽ നിന്ന് മോചനം ലഭിക്കുമ്പോൾ മാത്രമാണ് ഇന്നലെ വരെ ഞാൻ ജീവിച്ചത്, ഇന്നലെ വരെ ഞാൻ പിശാചിനോടൊപ്പം ജീവിച്ചിരുന്നത് ദുഃഖത്തിൻ്റെ ജീവിതമായിരുന്നു, വിഭ്രാന്തിയുടെ ജീവിതമായിരുന്നു, മാനസിക വേദനകളുടെ ജീവിതമായിരുന്നു. പക്ഷേ നിരവധി അഴുക്കാൽ നിറഞ്ഞത് കാരണം, അഴുക്ക് മാത്രമായിരുന്നത് കാരണം എനിക്ക് അത് ബോധ്യമാവുന്നില്ല എന്നുള്ള ചിന്ത നമുക്കുണ്ടാവുന്നത്. അതുകൊണ്ട് പൈശാചിക ശക്തികൾക്ക് വളർന്ന് വലുതാവാനുള്ള ഒരു ഇടമായി, ഒരു കൂടായി നാം നമ്മുടെ ഹൃദയങ്ങളെ മാറ്റാതിരിക്കുക. തുടർന്നുള്ള വചനം നമുക്ക് വായിക്കാം. ഏകദേശം 2000 പന്നികളുണ്ടായിരുന്നു. അവ കിഴുക്കാൻ തൂക്കായ തീരത്തിലൂടെ പാഞ്ഞു ചെന്ന് കടലിൽ മുങ്ങിച്ചത്തു. പന്നികളെ മേയിച്ചു കൊണ്ടിരുന്നവർ ഓടിപ്പോയി നഗരങ്ങളിലും നാട്ടിൻ പുറങ്ങളിലും വിവരമറിയിച്ചു. സംഭവിച്ചതെന്തെന്ന് കാണാൻ ജനങ്ങൾ വന്നുകൂടി. അവർ യേശുവിൻ്റെ അടുത്തെത്തി. ലഗിയോൺ ആവേശിച്ചിരുന്ന പിശാചു ബാധിതൻ വസ്ത്രം ധരിച്ച് സുബോധത്തോടെ അവിടെ ഇരിക്കുന്നത് കണ്ടു. ഓർമ്മിക്കുക, മുമ്പ് ഞാൻ ചങ്ങലകളെ പൊട്ടിച്ചെറിയുന്ന വ്യക്തി എന്ന് മാത്രമാണ് പറഞ്ഞത്.
കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വായിച്ചു കേട്ടിരുന്നു, ശ്മശാനങ്ങളിലായിരുന്നു അയാൾ ജീവിച്ചിരുന്നത്, കല്ലറകളിലായിരുന്നു അയാൾ ജീവിച്ചിരുന്നത്. സ്വന്തം ശരീരത്തെ കല്ലുകൾ കൊണ്ട് മുറിപ്പെടുത്തിയിരുന്നു. അത് വേദനയായി തോന്നാതെ മുറിപ്പെടുത്തുകയും മുറിപ്പെടുത്തലൊരു സന്തോഷമായി അനുഭവിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിന് മോചനം കിട്ടുമ്പോഴാണ് അറിയുന്നത് വേദനയുടെ ലോകത്തായിരുന്നു, പിശാചിൻ്റെ ലോകത്തായിരുന്നു. ഇവിടെ നാം വായിച്ചു കേൾക്കുന്നു, അദ്ദേഹത്തിന് ബുദ്ധി വന്നപ്പോൾ, അദ്ദേഹത്തിൽ നിന്ന് പിശാച് അകന്നു പോയപ്പോൾ വസ്ത്രം ധരിച്ച് സുബോധത്തോടുകൂടിയിരിക്കുന്നു. നമുക്ക് നല്ല വസ്ത്രങ്ങൾ ധരിക്കാം, അത് സുബോധത്തോടുകൂടിയുള്ള വസ്ത്രങ്ങളാവാൻ ശ്രദ്ധിക്കാം. ഒരിക്കലും പിശാച് ബാധിതൻ ധരിച്ചിരുന്ന വസ്ത്രത്തെ പോലുള്ള ഒരു വസ്ത്രം ധരിക്കാതിരിക്കാനും ശ്മശാനങ്ങളിൽ ജീവിക്കാതിരിക്കാനും ശ്രമിക്കാം. ഈ നിമിഷം നമുക്ക് ചിന്തിക്കാം, നാം വലിയ ഭവനങ്ങളിലാണ് ജീവിക്കുന്നത് എന്ന് അഹങ്കരിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ശ്മശാനങ്ങളിലാണോ ജീവിക്കുന്നത് എന്ന് ഓർമ്മിക്കുന്നത് നന്നായിരിക്കും. സ്വയം ശരീരത്തെ നാം മുറിപ്പെടുത്തുന്നുണ്ടോ, നാം അതറിയാതെ മുറിപ്പെടുത്തുകയാണോ എന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. തീർച്ചയായിട്ടും നമ്മിൽ കൂടുകൂട്ടിയിട്ടുള്ള അല്ലെങ്കിൽ കൂടുകൂട്ടാൻ ശ്രമിക്കുന്ന പിശാചിനെ അതിൻ്റെ മുളയിലെ തന്നെ നമുക്ക് നുള്ളിക്കളയാൻ ശ്രമിക്കാം. സംഭവിച്ചതെന്തെന്ന് കാണാൻ ജനങ്ങൾ വന്നുകൂടി. അവർ യേശുവിൻ്റെ അടുത്തെത്തി. ലഗിയോൺ ആവേശിച്ചിരുന്ന പിശാച് ബാധിതൻ വസ്ത്രം ധരിച്ച് സുബോധത്തോടെ അവിടെ ഇരിക്കുന്നത് കണ്ടു. അവർ ഭയപ്പെട്ടു. പിശാച് ബാധിതനും പന്നികൾക്കും സംഭവിച്ചത് കണ്ടവർ അക്കാര്യങ്ങൾ ജനങ്ങളോട് പറഞ്ഞു. തങ്ങളുടെ പ്രദേശം വിട്ടു പോകണമെന്ന് അവർ യേശുവിനോട് അപേക്ഷിച്ചു. അവർ വഞ്ചിയിൽ കയറാൻ തുടങ്ങിയപ്പോൾ പിശാച് ബാധിച്ചിരുന്ന മനുഷ്യൻ അവനോട് കൂടെ പോകുന്നതിന് അനുവാദം ചോദിച്ചു. എന്നാൽ യേശു അനുവദിച്ചില്ല. അവൻ പറഞ്ഞു, നീ വീട്ടിൽ സ്വന്തക്കാരുടെ അടുത്തേക്ക് പോവുക. കർത്താവ് നിനക്ക് വേണ്ടി എന്തെല്ലാം പ്രവർത്തിച്ചുവെന്നും എങ്ങനെ നിന്നോട് കരുണ കാണിച്ചുവെന്നും അവരെ അറിയിക്കുക. അപ്രകാരം അറിയിക്കുമ്പോൾ അത് ഒരു സാക്ഷ്യമായി മാറുന്നു, അത് ഒരു വചനപ്രഘോഷണമായി മാറുന്നു. അണ്ണാറക്കണ്ണനും തന്നാലാവുന്നത് എന്ന് പറയുന്നത് പോലുള്ള ഒരു വചന പ്രഘോഷണമായി മാറുന്നു. ആ വ്യക്തിയെ യേശുവിൻ്റെ കൂടെ, യേശുവിൻ്റെ ശിഷ്യന്മാരുടെ കൂടെ വരുന്നതിന് യേശു നിരുത്സാഹപ്പെടുത്തി. അതിൻ്റെ അർത്ഥം അവൻ്റേതായ രീതിയിൽ വചനപ്രഘോഷണം നടത്താൻ അവസരമുണ്ട്. സ്വഭവനത്തിലേക്ക് പോയാൽ, സ്വന്തം ബന്ധുമിത്രാദികളുടെ സമീപത്തേക്ക് പോയാൽ, സ്വന്തം അയൽവക്കക്കാരുടെ അടുത്തേക്ക് പോയാൽ അതൊരു വചനപ്രഘോഷണമായി മാറുകയാണ്. കാരണം ശ്മശാനങ്ങളിൽ ജീവിച്ചിരുന്ന, കല്ലറകളിൽ ജീവിച്ചിരുന്ന, സ്വന്തം ശരീരത്തെ കല്ലുകൊണ്ട് മുറിപ്പെടുത്തിയിരുന്ന, വസ്ത്രം ധരിക്കാതെ ആക്രോശിച്ച് നടന്നിരുന്ന ഒരു വ്യക്തി സുഖപ്പെട്ടു വരുന്നുവെങ്കിൽ അത് ഒരു വചനപ്രഘോഷണമാണ്. അവിടെ മറ്റൊരു മേഖലയിലൂടെ, മറ്റൊരു ശാഖയിലൂടെ വചനപ്രഘോഷണം നടത്തുക എന്നുള്ള അർത്ഥത്തിലാണ് യേശു അവനെ അവൻ്റെ ഭവനത്തിലേക്ക് വിടുന്നത്. യേശുവിൻ്റെ ശിഷ്യന്മാരുടെ കൂടെയല്ല അവൻ നടക്കുന്നതെങ്കിലും, സ്വഭവനത്തിലേക്ക് പോകാൻ പറയുന്നുണ്ടെങ്കിലും അതും ഒരു വചനപ്രഘോഷണമായി മാറുകയാണ്. കർത്താവ് നിനക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് അവരെ അറിയിക്കുക എന്ന് പറഞ്ഞാണ് വിടുന്നത്. അവസാനമായി പറഞ്ഞു വിടുന്നത്, കർത്താവ് നിനക്ക് വേണ്ടി എന്ത് പ്രവർത്തിച്ചു എന്നറിയിക്കുക. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിച്ചത് വചനം അവനിൽ ആവേശിപ്പിക്കുകയായിരുന്നു,
അത് ആവേശിച്ച് കിട്ടിയപ്പോഴാണ് അവൻ സുഖപ്പെട്ടത്. നിന്നിൽ നിന്നും പിശാച് നിർവീര്യമാകട്ടെ, പിശാചുക്കൾ പോയി മറയട്ടെ, നീ ശുദ്ധാത്മാവോടുകൂടി നിറയട്ടെ. അശുദ്ധാത്മാക്കൾ പോയി തീരുമ്പോൾ വന്നു നിറയുന്നത് ശുദ്ധാത്മാവാണ്, പരിശുദ്ധാത്മാവാണ്. ആ ആത്മാവ് വന്ന് നിറഞ്ഞ ഹൃദയങ്ങളായി നമ്മുടെ ഹൃദയങ്ങളെ രൂപപ്പെടുത്തുന്നതിന് വേണ്ടി യേശുവിൻ്റെ കാലൊച്ചയ്ക്കായി കാതോർത്തിരിക്കാം. യേശുവിനെ ക്ഷണിച്ചുകൊണ്ടിരിക്കാം. കടന്നു വരണേ എൻ്റെ ഹൃദയങ്ങളിലേക്ക്. എന്നിൽ കൂട്ടുകൂട്ടിക്കൊണ്ടിരിക്കുന്ന പിശാചിനെ അതിൻ്റെ മുളയിലെ തന്നെ നുള്ളിക്കളയുന്നതിനുള്ള ശക്തി എനിക്ക് തരണമേ എന്ന് നമുക്ക് ദൈവപുത്രനായ യേശുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാം. യേശു നമുക്ക് വേണ്ടി ദൈവപിതാവിൻ്റെ മുമ്പിൽ മാധ്യസ്ഥം വഹിക്കട്ടെ. അവർ വഞ്ചിയിൽ കയറാൻ തുടങ്ങിയപ്പോൾ പിശാച് ബാധിച്ചിരുന്ന മനുഷ്യൻ അവനോട് കൂടെ പോകുന്നതിന് അനുവാദം ചോദിച്ചു. എന്നാൽ യേശു അനുവദിച്ചില്ല. അവൻ പറഞ്ഞു, നീ വീട്ടിൽ സ്വന്തക്കാരുടെ അടുത്തേക്ക് പോവുക, കർത്താവ് നിനക്ക് വേണ്ടി എന്തെല്ലാം പ്രവർത്തിച്ചുവെന്നും എങ്ങനെ നിന്നോട് കരുണ കാണിച്ചുവെന്നും അവരെ അറിയിക്കുക. ഈ പറഞ്ഞ വാക്യം ഇന്ന് യേശു നമ്മോട് പറയുന്നുണ്ട്. കർത്താവ് നമുക്ക് വേണ്ടി എന്ത് പ്രവർത്തിച്ചുവെന്ന് നാമും മറ്റുള്ളവരോട് പറയേണ്ടിയിരിക്കുന്നു. നമ്മളാലാവുന്ന വിധം. അണ്ണാറക്കണ്ണനും തന്നാലാവുന്നത് എന്ന് പറയുന്നത് പോലെ ഏതെങ്കിലും ഒരു മൈക്കിന് മുന്നിലൂടെ വചനപ്രഘോഷണം നാം നടത്തുന്നില്ലെങ്കിലും, ഏതെങ്കിലും ഒരു TV ചാനലിലൂടെയോ ധ്യാന കേന്ദ്രത്തിലുള്ള അൾത്താരയ്ക്ക് മുന്നിൽ നിന്നോ നാം വചനപ്രഘോഷണം നടത്തുന്നില്ലെങ്കിലും, നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർ തിരിച്ചറിയട്ടെ. വചനപ്രഘോഷണത്തിന് ശക്തിയാലാണ് നാം വെണ്മ നിറഞ്ഞ ഹൃദയത്തോടെ ജീവിക്കുന്നത്. ആ വെണ്മയിൽ കാന്തത്തിലേക്ക് ഇരുമ്പ് ആകർഷിക്കപ്പെടുന്നത് പോലെ നമ്മുടെ വെണ്മ നിറഞ്ഞ ഹൃദയത്തിലേക്ക് അഴുക്ക് നിറഞ്ഞ മനുഷ്യർ ഓടിയെടുക്കട്ടെ. വെണ്മയുള്ള ഹൃദയമായി മാറാൻ അവർ ചോദിച്ചറിയട്ടെ, ഈ വെണ്മയുള്ള ഹൃദയം എങ്ങനെ കിട്ടി? ഞങ്ങൾക്കും ഇപ്രകാരം വെണ്മയുള്ള ഹൃദയം കിട്ടുന്നതിന് വേണ്ടി ഞങ്ങളും എന്ത് ചെയ്യണമെന്ന് അവർ ചോദിക്കാനിടവരട്ടെ. ആ വെണ്മയുള്ള ഹൃദയത്തെ അനുകരിച്ച് മറ്റൊരു യേശുവായി അവരും മാറട്ടെ. കർത്താവ് നിനക്ക് വേണ്ടി എന്തെല്ലാം പ്രവർത്തിച്ചുവെന്നും എങ്ങനെ നിന്നോട് കരുണ കാണിച്ചുവെന്നും അവരെ അറിയിക്കുക. അവൻ പോയി യേശു തനിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തെന്ന് ദെക്കാപോളിസിൽ പ്രഘോഷിക്കാൻ തുടങ്ങിയെന്ന് വചനത്തിൽ എഴുതി വച്ചിരിക്കുന്നു, ബൈബിളിൽ എഴുതി വച്ചിരിക്കുന്നു. മറ്റൊരു ശാഖയിലൂടെ, മറ്റൊരു രീതിയിലൂടെ പിശാച് ബാധിതനായ വ്യക്തിയും പ്രഘോഷണം തുടങ്ങിയിരിക്കുന്നു. ഇനി നമുക്ക് ആ പിശാച് ബാധിച്ചിരുന്ന വ്യക്തിയെ ഭ്രാന്തൻ എന്ന് വിളിക്കാനാവുമോ? വസ്ത്രം ധരിക്കാതെ നടന്നിരുന്നവനെന്ന് വിളിക്കാനാവുമോ? കല്ലറകളിൽ ജീവിക്കുന്നവനെന്ന് വിളിക്കാനാവുമോ? അദ്ദേഹം ഒരു വചന പ്രഘോഷകനായിരിക്കുന്നു. നമുക്കും കല്ലറകളെ വിട്ട് വചനപ്രഘോഷണത്തിൻ്റെ മഹനീയത തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ജീവിതത്തിലേക്ക് കടക്കാം. അവൻ പോയി യേശു തനിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തെന്ന് ദെക്കാപോളിസിൽ പ്രഘോഷിക്കാൻ തുടങ്ങി. ജനങ്ങൾ അത്ഭുതപ്പെട്ടു. രക്തസ്രാവക്കാരി ജൈറോസിൻ്റെ മകൾ യേശു വീണ്ടും വഞ്ചിയിൽ മറുകരയെത്തിയപ്പോൾ ഒരു വലിയ ജനക്കൂട്ടം അവന് ചുറ്റും കൂടി. അവൻ കടൽ തീരത്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ
സിനഗോഗ് അധികാരികളിൽ ഒരുവനായ ജായിറോസ് അവിടെ വന്നു. അവൻ യേശുവിനെ കണ്ട് കാൽക്കൽ വീണ് അപേക്ഷിച്ചു, എൻ്റെ കൊച്ചുമകൾ മരിക്കാറായി കിടക്കുന്നു. അങ്ങ് വന്ന് അവളുടെ മേൽ കൈകൾ വെച്ച് രോഗം മാറ്റി അവളെ ജീവിപ്പിക്കണമേ. ഇവിടെ വിശ്വാസം നമുക്ക് അടിവരയിട്ട് മനസ്സിലാക്കാം. അങ്ങ് വരണം. മറ്റൊന്ന്, അവളുടെ മേൽ കൈകൾ വയ്ക്കണം. കൈകൾ വയ്ക്കുമ്പോൾ ശക്തി, യേശുവിൻ്റെ ഹൃദയത്തിൽ കുടികൊള്ളുന്ന ശക്തി, ദൈവിക ശക്തി ആ കൈകളിലൂടെ ആ ബാലികയുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുമെന്നുള്ളൊരു വിശ്വാസം, ആ വിശ്വാസം നമുക്കുമുണ്ടാവട്ടെ. യേശു നമ്മളെ തൊടാനിടവരട്ടെ. അത് സ്നേഹപൂർവമായ തൊടലായി മാറട്ടെ, ശിക്ഷയായി മാറാതിരിക്കട്ടെ. സ്നേഹപൂർവം തൊടാൻ വേണ്ടി നമുക്ക് വിശ്വാസപൂർവം പ്രാർത്ഥിക്കാം, യാചിക്കാം. ഒരിക്കലും ഒരു ദേവാലയത്തെ ബഹുമാനിക്കാതെ കച്ചവടം നടത്തിക്കൊണ്ടിരുന്നവരെ സ്പർശിച്ചത് ചാട്ടവാറുകൊണ്ടായിരുന്നു. കാലുകൾ കൊണ്ട് അവരുടെ പീഠങ്ങൾ തട്ടിമറിക്കുകയായിരുന്നു. അതും ഒരു സ്പർശനമായിരുന്നു. അപ്രകാരമുള്ള സ്പർശനത്തിന് പകരം സ്നേഹ തലോടലുകളായി നമ്മളെയും സ്പർശിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അപ്രകാരം തന്നെ ദേവാലയത്തെ അശുദ്ധമാക്കിയിരുന്നവരെ പോലെ നാം ദേവാലയത്തെയും നമ്മുടെ ഹൃദയങ്ങളെയും, നമ്മുടെ ഹൃദയം ദേവാലയങ്ങളാണെന്നുള്ള വിശ്വാസത്തോടു കൂടി, ദൈവത്തിന് വസിക്കാനുള്ള ആലയങ്ങളാണെന്നുള്ള വിശ്വാസത്തോടു കൂടി ആ ആലയത്തെയും അശുദ്ധമാക്കാതിരിക്കാൻ ശ്രമിക്കാം. അപ്പോൾ നമുക്കേൽക്കുന്ന തലോടലുകൾ സ്നേഹപൂർണമായ തലോടലുകളായിരിക്കും. അപ്പോൾ നമ്മുടെ വിശ്വാസം ജായിറോസിൻ്റെ വിശ്വാസം പോലെ ആയി മാറും. നമ്മളെയും സ്പർശിക്കണമേ എന്നുള്ള വാക്യം അന്വർത്ഥമാകും. അത് ശിക്ഷയുടെ സ്പർശനമായിരിക്കുകയില്ല, സ്നേഹ തലോടലായിരിക്കും. ആ കൈകളിൽ നമ്മെ ഭരമേൽപ്പിച്ചുകൊണ്ട് പ്രഭാതം തുടങ്ങാം. രാത്രിയിൽ ആ കൈകളിൽ കിടന്നുറങ്ങാം, ആ മടിയിൽ കിടന്നുറങ്ങാം, ആ വിശ്വാസത്തോടു കൂടി കിടന്നുറങ്ങാം. പ്രഭാതത്തിൽ വിളിച്ചുണർത്തണമേ, വീണ്ടും അങ്ങയെ പ്രഘോഷിക്കുന്നതിന് വേണ്ടി, അങ്ങയുടെ സുവിശേഷം ലോകത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ പ്രഘോഷിക്കുന്നതിന് വേണ്ടി. അതെൻ്റെ ജീവിതം മുഖേനയെങ്കിൽ അപ്രകാരം, മൈക്കിന് മുന്നിലൂടെയെങ്കിൽ അപ്രകാരം. എപ്രകാരമാണെങ്കിലും അതിനുള്ള അവസരത്തിന് എന്നെ സുപ്രഭാതത്തിൽ വിളിച്ചുണർത്തണമേ എന്ന് യാചിച്ചുകൊണ്ട് നമുക്കുറങ്ങാം. ഇവിടെ ജായിറോസിൻ്റെ വിശ്വാസത്തിൽ നാം വചനത്തിൽ വായിക്കുന്നത് അങ്ങ് വരണം. രണ്ടാമത്തതായി അവളുടെ മേൽ കൈകൾ വയ്ക്കണം. എന്നിട്ട് രോഗം മാറ്റണം. അപ്പോൾ അവൾ ജീവിക്കും. മരണാസന്നയായ അവൾ ജീവിക്കും, ആരോഗ്യത്തോടെ ജീവിക്കും എന്നുള്ള വിശ്വാസം അദ്ദേഹത്തിനുണ്ടായിരുന്നു. നമുക്കും ആ വിശ്വാസത്തോടു കൂടി യാചിക്കാം. ജായിറോസിൻ്റെ പ്രാർത്ഥന പോലെ യേശുവിനോട് പ്രാർത്ഥിക്കാം. ദൈവപിതാവിനോട് നമ്മുടെ ആവശ്യങ്ങൾ ഉണർത്തിക്കുന്നതിന് വേണ്ടി യേശുവിനോട് നമുക്ക് യാചിക്കാം. യേശു അവൻ്റെ കൂടെ പോയി, ജായിറോസിൻ്റെ കൂടെ യേശു പോയി. വലിയൊരു ജനക്കൂട്ടം തിങ്ങി ഞെരുങ്ങി പിന്തുടർന്നു. 12 വർഷമായി രക്തസ്രാവമുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. പല വൈദ്യന്മാരുടെ അടുത്ത് പോയി വളരെ കഷ്ടപ്പെടുകയും കൈവശമുള്ളതെല്ലാം
ചെലവഴിക്കുകയും ചെയ്തിട്ടും അവളുടെ സ്ഥിതി മെച്ചപ്പെടുകയല്ല, കൂടുതൽ മോശമാവുകയാണ് ചെയ്തത്. അവൾ യേശുവിനെക്കുറിച്ച് കേട്ടിരുന്നു. ജനക്കൂട്ടത്തിനിടയിലൂടെ അവൾ അവൻ്റെ പിന്നിൽ ചെന്ന് വസ്ത്രത്തിൽ സ്പർശിച്ചു. മറ്റൊരു സ്പർശനത്തെക്കുറിച്ച് നാം വായിച്ചു കേട്ടതിന് തൊട്ടു താഴെയായി ഇതാ രക്തസ്രാവക്കാരിയും സ്പർശിക്കുന്നതായി നാം കാണുന്നു. വിശ്വാസത്തോടുകൂടിയുള്ള സ്പർശനം. ജായിറോസ് പറഞ്ഞത്, അങ്ങ് വരണം, അവരുടെ മേൽ കൈകൾ വയ്ക്കണം. അപ്രകാരമാണ് പറഞ്ഞതെങ്കിൽ ശക്തി കൈകളിൽ മാത്രമല്ല, യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ പോലും അതിലടങ്ങിയിരിക്കുന്നുവെന്ന ഒരുപക്ഷെ ജായിറോസിനെയും വെല്ലുന്ന വിശ്വാസത്തോടുകൂടി രക്തസ്രാവക്കാരി ആ തിരക്കിലൂടെ, പ്രത്യേകിച്ച് നിരവധി പുരുഷന്മാരുടെ തിരക്കിനിടയിലൂടെ ഉന്തിത്തള്ളി കയറി ആ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ സ്പർശിക്കുന്നത് വിശ്വാസത്തിൻ്റെ ഒരു പൂർണ്ണതയാണ്. തുടർന്ന് എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയാം. യേശു ചോദിക്കുന്നുണ്ട്, എൻ്റെ വസ്ത്രത്തിൽ ആരാണ് സ്പർശിച്ചത് എന്ന് ചോദിക്കുന്ന ഭാഗമാണ് നമ്മളിനി വായിച്ചു കേൾക്കാൻ പോകുന്നത്. അവിടെ ശിഷ്യന്മാർ ഉത്തരം പറയുന്നുണ്ട്, ജനക്കൂട്ടമാണിത്, ജനക്കൂട്ടം തിങ്ങി ഞെരുങ്ങി നടക്കുകയാണ്, നിന്നെ സ്പർശിച്ചുകൊണ്ട് ഇവർ നടക്കുകയാണ്. അതിനിടയിൽ എന്നെ സ്പർശിച്ചതാരെന്ന് ചോദിക്കുന്നത് എന്ത് എന്നർത്ഥത്തിലുമുള്ള ഒരു സംഭാഷണം അവിടെ നടക്കുന്നുണ്ട്. മറ്റുള്ളവർ സ്പർശിച്ചത് കൂടെ നടക്കുമ്പോഴുള്ള സ്പർശനമാണെങ്കിൽ ശക്തി കിട്ടാൻ വേണ്ടി, സൗഖ്യപ്പെടാൻ വേണ്ടി പ്രാർത്ഥനയുടേതായ ഒരു സ്പർശനം ഒരു സ്ത്രീ നടത്തിയപ്പോൾ അത് വകതിരിച്ച് മനസ്സിലാക്കാൻ യേശുവിന് സാധിച്ചു. അതുകൊണ്ടാണ് മറ്റേവരുടെയും സ്പർശനമുണ്ടായിട്ടും എന്നെ സ്പർശിച്ചതാരെന്ന് ചോദിക്കാൻ ഇടവന്നത്. നമുക്ക് ആ വചനഭാഗം വായിക്കാം. 12 വർഷമായി രക്തസ്രാവമുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. പല വൈദ്യന്മാരുടെ അടുത്ത് പോയി വളരെ കഷ്ടപ്പെടുകയും കൈവശമുള്ളതെല്ലാം ചെലവഴിക്കുകയും ചെയ്തിട്ടും അവരുടെ സ്ഥിതി മെച്ചപ്പെടുകയല്ല, കൂടുതൽ മോശമാവുകയാണ് ചെയ്തത്. അവൾ യേശുവിനെക്കുറിച്ച് കേട്ടിരുന്നു. ജനക്കൂട്ടത്തിനിടയിലൂടെ അവൾ അവൻ്റെ പിന്നിൽ ചെന്ന് വസ്ത്രത്തിൽ സ്പർശിച്ചു. അവൻ്റെ വസ്ത്രത്തിൽ ഒന്ന് തൊട്ടാൽ മാത്രം മതി, ഞാൻ സുഖം പ്രാപിക്കും എന്ന് അവൾ വിചാരിച്ചിരുന്നു. തൽക്ഷണം അവളുടെ രക്തസ്രാവം നിലച്ചു. അപ്രകാരം രക്തസ്രാവം നിലച്ചു എന്നുള്ള തോന്നൽ ആ നിമിഷം ഉണ്ടായി. വിശ്വാസത്തിൻ്റെ മറ്റൊരു രൂപമാണിത്. ഞാൻ സൗഖ്യപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. സ്പർശിക്കുമ്പോൾ, യേശുവിനെ സ്പർശിക്കുമ്പോൾ, യേശുവിൻ്റെ വസ്ത്രത്തിൽ സ്പർശിക്കുമ്പോൾ ഞാൻ സൗഖ്യപ്പെട്ടു എന്നുള്ള വിശ്വാസം. അവൻ്റെ വസ്ത്രത്തിൽ ഒന്ന് തൊട്ടാൽ മാത്രം മതി, ഞാൻ സുഖം പ്രാപിക്കും എന്ന് അവൾ വിചാരിച്ചിരുന്നു. തൽക്ഷണം അവളുടെ രക്തസ്രാവം നിലച്ചു. താൻ രോഗവിമുക്തയായിരിക്കുന്നുവെന്ന് അവൾക്ക് ശരീരത്തിൽ അനുഭവപ്പെട്ടു. യേശുവാകട്ടെ തന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടെന്ന് അറിഞ്ഞ് പെട്ടെന്ന് ജനക്കൂട്ടത്തിന് നേരെ തിരിഞ്ഞ് ചോദിച്ചു, ആരാണ് എൻ്റെ വസ്ത്രത്തിൽ സ്പർശിച്ചത്? എപ്പോഴും ശക്തി പുറത്തേക്ക് നിർഗളിക്കുന്നില്ലായിരിക്കാം. ആവശ്യക്കാർ വന്ന് തൊടുമ്പോൾ നിർഗളിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടിയാണിത്. ജനക്കൂട്ടത്തിനിടയിലൂടെ തിങ്ങി ഞെരുങ്ങി നടക്കുമ്പോൾ നിരവധി പേർ സ്പർശിച്ചിട്ടും ശക്തി പുറപ്പെട്ടു എന്ന് യേശുവിന് തോന്നിയില്ല. ആഗ്രഹത്തോടുകൂടി സ്പർശിച്ച സമയത്ത് അപ്രകാരം തോന്നുകയും ചെയ്തു. നമുക്കും ആ ആഗ്രഹത്തോടുകൂടി യേശുവിനെ ഉൾക്കൊള്ളാം.
ദിവ്യകാരുണ്യത്തിലൂടെ നമുക്ക് ഉൾക്കൊള്ളാം. ആ ശക്തി വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ സ്പർശിക്കുന്നതിനേക്കാളും വലിയ ഒരു ശക്തിയാണ്. വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ സ്പർശിക്കുന്നതിനേക്കാളും ശക്തിയുണ്ടല്ലോ യേശുവിൻ്റെ ശരീരത്തിൽ സ്പർശിക്കുമ്പോൾ. ഇവിടെ സ്പർശിക്കുന്നതിനേക്കാളുപരി ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങുന്ന രീതിയിൽ ഭക്ഷണമായി നാം കഴിക്കുകയാണ്. ഭക്ഷണം, മറ്റു ഭക്ഷണങ്ങൾ വയറിലേക്ക് പോകുന്നതിന് പകരം ആത്മീയത നിറഞ്ഞ ദിവ്യകാരുണ്യം, അതിൻ്റെ ആത്മീയത മുഴുവൻ കടന്നു ചെല്ലുന്നത് ഹൃദയത്തിലേക്കാണ്. രൂപത്തിലുള്ള അപ്പം മാത്രമാണ് വയറിലേക്ക്, ആമാശയത്തിലേക്ക് കടന്നു പോകുന്നത്. അപ്പോൾ യേശുവിൻ്റെ വസ്ത്രത്തിൽ സ്പർശിച്ച ശക്തിയല്ല നമുക്ക് ലഭിക്കുന്നത്, ശരീരത്തിൽ സ്പർശിച്ച ശക്തിയല്ല നമുക്ക് ലഭിക്കുന്നത്. യേശു ഹൃദയത്തിനുള്ളിൽ കുടികൊള്ളുമ്പോഴുള്ള ശക്തിയാണ് ലഭിക്കുന്നത്. അപ്പോൾ അത് സന്തോഷമായി നമുക്ക് അനുഭവപ്പെടും. ആ സന്തോഷത്തോട് ജീവിക്കുക എന്നുള്ളതാണ് ഈ ഇഹലോകത്തിൽ കിട്ടുന്ന നിരവധിയായ പല സന്തോഷങ്ങളിലെ ഒരു സന്തോഷം എന്ന വിശ്വാസം നമുക്കേവർക്കും ഉണ്ടാവട്ടെ. എന്നിട്ടും ആരാണ് എന്നെ സ്പർശിച്ചത് എന്ന് നീ ചോദിക്കുന്നുവോ? ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ജനം മുഴുവൻ നിനക്ക് ചുറ്റും തിങ്ങിക്കൂടുന്നത് കാണുന്നില്ലേ? എന്നിട്ടും ആരാണ് എന്നെ സ്പർശിച്ചത് എന്ന് നീ ചോദിക്കുന്നുവോ? ആരാണ് അത് ചെയ്തതെന്നറിയാൻ അവൻ ചുറ്റും നോക്കി. ആ സ്ത്രീ തനിക്ക് സംഭവിച്ചതറിഞ്ഞ് ഭയന്നു വിറച്ച് അവൻ്റെ കാൽക്കൽ വീണ് സത്യം തുറന്നു പറഞ്ഞു. അവൻ അവളോട് പറഞ്ഞു. ഇവിടെ സത്യം തുറന്നു പറഞ്ഞു എന്നുകൂടി പറയുമ്പോൾ അവൾ നിഷ്കളങ്കയായിരുന്നു എന്നുകൂടി മനസ്സിലാക്കണം. വേണമെങ്കിൽ അവൾക്ക് രക്ഷപ്പെടാമായിരുന്നു. മറ്റ് ശിഷ്യന്മാർ പറഞ്ഞതുപോലെ എല്ലാവരും സ്പർശിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പ്രത്യേകിച്ച് ആര് സ്പർശിച്ചു എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമുണ്ടോ എന്ന അർത്ഥത്തിൽ സംഭാഷണം ശിഷ്യന്മാർ പറയുമ്പോൾ രക്ഷപ്പെടാൻ പറ്റിയൊരു അവസരമായിരുന്നു ആ സ്ത്രീക്ക്. പലരും സ്പർശിക്കുന്നുണ്ട്, ആരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് രക്ഷപ്പെടാമായിരുന്നു. പക്ഷേ സത്യസന്ധത അവിടെ വെളിപ്പെടുത്തുന്നു. ഒരിക്കൽ കൂടി ആ സ്ത്രീയുടെ ഹൃദയം വെണ്മയുള്ളതായി മാറുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണിത്. ആ സ്ത്രീ തനിക്ക് സംഭവിച്ചതറിഞ്ഞ് ഭയന്നു വിറച്ച് അവൻ്റെ കാൽക്കൽ വീണ് സത്യം തുറന്നു പറഞ്ഞു. അവൻ അവളോട് പറഞ്ഞു, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സമാധാനത്തോടെ പോവുക. യേശുവും നമ്മോട് പറയാനിടവരട്ടെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. തുടർന്നുള്ള വാക്യം അതിലും സന്തോഷകരമാണ്. സമാധാനത്തോടുകൂടി നീ പോവുക. ഇഹലോകത്തിൽ ലഭിക്കാവുന്ന ആശ്വാസങ്ങളിലൊന്ന് സമാധാനമാണ്. പലപ്പോഴും മരിച്ചവരെക്കുറിച്ച് നാം പ്രാർത്ഥിക്കുമ്പോൾ നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളിലെ മുഖ്യമായ പ്രാർത്ഥന, മരിച്ചുപോയ ഈ ആത്മാവിന് ശാന്തി ലഭിക്കട്ടെ, സമാധാനം ലഭിക്കട്ടെ. അതിൻ്റെ അർത്ഥം മരിച്ചു പോയവർക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ശാന്തിയാണ്, സമാധാനമാണ്. അത് എവിടെയായാലും ഏറ്റവും വലിയ സന്തോഷങ്ങളുടെ പേര് പറയുമ്പോൾ ഒന്നാമതായി പറയേണ്ട പേര് ശാന്തിയാണ്, സമാധാനമാണ്. അതാണെന്ന് തിരിച്ചറിയുന്നത് ശാന്തിയില്ലാത്തവർക്ക് മാത്രമാണ്, സമാധാനമില്ലാത്തവർക്ക് മാത്രമാണ്. അവർ ശാന്തി ഉള്ളവരായിത്തീരുമ്പോൾ, ഒരു കുമ്പസാരത്തിലൂടെ ശാന്തിയുള്ളവരായിത്തീരുമ്പോൾ, യേശുവിൻ്റെ വചനം ശ്രവിച്ച് യേശുവിൻ്റെ വചനങ്ങൾക്കനുസരിച്ച് ജീവിക്കുമ്പോൾ ലഭിക്കുന്ന സമാധാനമാണ് ഏറ്റവും വലിയ സമാധാനം എന്ന് തിരിച്ചറിയുമ്പോൾ മറ്റു സന്തോഷങ്ങളെ, ലൗകികമായ സന്തോഷങ്ങളെ അവഗണിച്ചുകൊണ്ട് ആത്മീയമായ സന്തോഷത്തിൽ ജീവിക്കുമ്പോൾ യഥാർത്ഥ ശാന്തി കണ്ടെത്തുകയാണ്.
ആ ശാന്തിയിൽ നമുക്കും ജീവിക്കാൻ ശ്രമിക്കാം. അവൻ അവളോട് പറഞ്ഞു, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സമാധാനത്തോടെ പോവുക, വ്യാധിയിൽ നിന്ന് വിമുക്തയായിരിക്കുക. യേശു സംസാരിച്ചു കൊണ്ടിരിക്കെ സിനഗോഗ് അധികാരിയുടെ വീട്ടിൽ നിന്ന് ചിലർ വന്നു പറഞ്ഞു, നിന്റെ മകൾ മരിച്ചു. നമുക്കറിയാം, മകളെ സുഖപ്പെടുത്താൻ വേണ്ടിയുള്ള യാത്രയ്ക്കിടയിലാണ് രക്തസ്രാവക്കാരിയായ സ്ത്രീ ഇപ്രകാരം സ്പർശിച്ചത്. അതിനിടയിൽ ആരെ സുഖപ്പെടുത്താൻ പോകുന്നുവോ ആ പെൺകുട്ടി മരിച്ചു എന്നുള്ള വാർത്തയുമായി ആ വീട്ടിലെ ജോലിക്കാർ ഈ യജമാനനെ വന്നറിയിക്കുകയാണ്. ഗുരുവിനെ ഇനിയും എന്തിനു ബുദ്ധിമുട്ടിക്കുന്നു? യേശുവിനെ ഇനിയും എന്തിനു ബുദ്ധിമുട്ടിക്കുന്നു? മരിച്ചുപോയി, ഇനി എന്തിനാണ് ബുദ്ധിമുട്ടിക്കുന്നത് എന്ന് അവർ ചോദിക്കുന്നു. അത് കേട്ട് യേശു സിനഗോഗ് അധികാരിയോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. പത്രോസും യാക്കോബും യാക്കോബിൻ്റെ സഹോദരൻ യോഹന്നാനും ഒഴികെ മറ്റാരും തന്നോടുകൂടി പോരാൻ അവൻ അനുവദിച്ചില്ല. അവർ സിനഗോഗ് അധികാരിയുടെ വീട്ടിലെത്തി. അവിടെ ആളുകൾ വലിയ ബഹളം വയ്ക്കുന്നതും ഉച്ചത്തിൽ കരയുന്നതും അലമുറയിടുന്നതും അവൻ കണ്ടു. അകത്ത് പ്രവേശിച്ച് അവൻ അവരോട് പറഞ്ഞു, എന്തിനാണ് നിങ്ങൾ ബഹളം വയ്ക്കുകയും വിലപിക്കുകയും ചെയ്യുന്നത്? കുട്ടി മരിച്ചിട്ടില്ല, ഉറങ്ങുകയാണ്. അവർ അവനെ പരിഹസിച്ചു. അവനാകട്ടെ അവരെ എല്ലാവരെയും പുറത്താക്കി. അനന്തരം പെൺകുട്ടിയുടെ മാതാപിതാക്കന്മാരെയും തൻ്റെ കൂടെയുണ്ടായിരുന്നവരെയും കൂട്ടിക്കൊണ്ട് അവളെ കിടത്തിയിരുന്നിടത്തേക്ക് അവൻ ചെന്നു. അവൻ അവളുടെ കൈക്ക് പിടിച്ചുകൊണ്ട്, ബാലികയെ, എഴുന്നേൽക്കൂ എന്നർത്ഥമുള്ള തലീത്ത കും എന്ന് പറഞ്ഞു. തൽക്ഷണം ബാലിക എഴുന്നേറ്റ് നടന്നു. അവൾക്ക് 12 വയസ്സ് പ്രായമുണ്ടായിരുന്നു. അവർ അത്യന്തം വിസ്മയിച്ചു. ആരും ഈ വിവരം അറിയരുത് എന്ന് യേശു അവർക്ക് കർശനമായ ആജ്ഞ നൽകി. അവൾക്ക് ഭക്ഷണം കൊടുക്കാൻ അവൻ നിർദ്ദേശിച്ചു. യേശു സ്വദേശത്ത് അവഗണിക്കപ്പെടുന്നു. യേശു അവിടെ നിന്ന് പോയി സ്വന്തം നാട്ടിലെത്തി. ശിഷ്യന്മാർ അവനെ അനുഗമിച്ചു. സാബത്ത് ദിവസം സിനഗോഗിൽ അവൻ പഠിപ്പിക്കാൻ ആരംഭിച്ചു. അവൻ്റെ വാക്കു കേട്ട പലരും ആശ്ചര്യപ്പെട്ടു പറഞ്ഞു, ഇവന് ഇതെല്ലാം എവിടെ നിന്ന്? ഇവന് കിട്ടിയ ഈ ജ്ഞാനം എന്ത്? എത്ര വലിയ കാര്യങ്ങളാണ് ഇവൻ്റെ കരങ്ങൾ വഴി സംഭവിക്കുന്നത്. ഇവൻ മറിയത്തിൻ്റെ മകനും യാക്കോബ്, യോസെ, യൂദാസ്, സിമിയോൻ എന്നിവരുടെ സഹോദരനുമായ മരപ്പണിക്കാരനല്ലേ? ഇവൻ്റെ സഹോദരിമാരും ഇവിടെ നമ്മുടെ കൂടെയില്ലേ? ഇങ്ങനെ പറഞ്ഞ് അവർ അവനിൽ ഇടറി. യേശു അവരോട് പറഞ്ഞു, സ്വദേശത്തും ബന്ധുജനങ്ങളുടെ ഇടയിലും സ്വഭവനത്തിലുമല്ലാതെ മറ്റെങ്ങും പ്രവാചകൻ അവമതിക്കപ്പെടുന്നില്ല. ഏതാനും രോഗികളുടെ മേൽ കൈകൾ വെച്ച് സുഖപ്പെടുത്തുവാനല്ലാതെ മറ്റ് അത്ഭുതമൊന്നും അവിടെ ചെയ്യാൻ അവനു സാധിച്ചില്ല. അവരുടെ വിശ്വാസരാഹിത്യത്തെക്കുറിച്ച് അവൻ വിസ്മയിച്ചു. രോഗം സൗഖ്യപ്പെടുത്തുന്നതിന്
വിശ്വസിക്കുക കൂടി വേണ്ടതുണ്ട്. ആർക്ക് രോഗസൗഖ്യം വേണമോ അവർക്ക് വിശ്വാസമുണ്ടായിരിക്കേണ്ടതുണ്ട്. വിശ്വാസരാഹിത്യത്തോടുകൂടി യേശുവിനെ സമീപിക്കുന്നതിൽ അർത്ഥമില്ല എന്നുകൂടി ഈ ഭാഗം നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ശിഷ്യന്മാരെ അയക്കുന്നു. അവൻ ഗ്രാമപ്രദേശങ്ങളിൽ ചുറ്റി സഞ്ചരിച്ച് പഠിപ്പിച്ചു കൊണ്ടിരുന്നു. അവൻ തൻ്റെ 12 പേരെ അടുത്ത് വിളിച്ച് 2 പേരെ വീതം അയക്കാൻ തുടങ്ങി. അശുദ്ധാത്മാക്കളുടെ മേൽ അവർക്ക് അധികാരവും കൊടുത്തു. അവൻ കൽപ്പിച്ചു, യാത്രയ്ക്ക് വടിയല്ലാതെ മറ്റൊന്നും, അപ്പമോ സഞ്ചിയോ അരപ്പട്ടയിൽ പണമോ കരുതരുത്. തീർച്ചയായിട്ടും ഒരു സന്യാസിയുടെ ജീവിതം, സന്യാസിനിയുടെ ജീവിതം എപ്രകാരമായിരിക്കണം എന്നുള്ളതിൻ്റെ സൂചന കൂടിയാണിത്. ഒന്നും കരുതാതെയുള്ള ജീവിതം. ലോകം എൻ്റെ ഭവനം. ലോകത്ത് കാണുന്നവർ എനിക്ക് ഭക്ഷണം തന്നാൽ ഞാനത് ഭക്ഷിക്കും. അവർ എനിക്ക് വസ്ത്രം തന്നാൽ ഞാനുടുക്കും. അവർ എനിക്ക് പാർപ്പിടം തന്നാൽ ഞാൻ അന്തിയുറങ്ങും. അല്ലെങ്കിൽ ഞാൻ മരത്തിന് കീഴെ കിളികൾ ഉറങ്ങുന്നത് പോലെ, മൃഗങ്ങൾ ഉറങ്ങുന്നത് പോലെ ഞാൻ ഉറങ്ങും. എൻ്റെ ജീവിതം ആത്മീയതയുടെ ജീവിതമാണ്, സുഖഭോഗങ്ങളുടെ ജീവിതമല്ല എന്നുള്ള ഒരു ചിന്ത നമ്മിലേക്ക് കൊണ്ടുവരുന്നു. അതിനാൽ തന്നെയാണ് സന്യാസ വ്രതത്തിൽ ഏർപ്പെടുന്നവർ ദാരിദ്ര്യം, ബ്രഹ്മചര്യം, അനുസരണ എന്നുള്ള വ്രതങ്ങൾ എടുത്തുകൊണ്ട് ജീവിതം തുടങ്ങുന്നത്. ഈ ചിന്താഗതി അവർക്കുള്ളത് കൊണ്ടാണ്. ദാരിദ്ര്യം പാലിക്കുകയാണ്. സ്വഭവനങ്ങളിൽ ലൗകികതകൾ കുന്നുകൂട്ടാതെ പരിമിതമായ സൗകര്യങ്ങളിൽ ജീവിക്കുമ്പോൾ ബാക്കി അവശേഷിക്കുന്ന പണം നിക്ഷേപിക്കപ്പെടുന്നത് സ്വർഗരാജ്യത്തിലാണ്. ലൗകിക സുഖങ്ങൾ ലഘൂകരിക്കുമ്പോൾ കുന്നുകൂടുന്ന പണം അത് ആത്മീയതയുടെ പണമാണ്. ആ പണം നിക്ഷേപിക്കപ്പെടാൻ ബാങ്കുകൾക്ക് സാധ്യമാവില്ല. അത് നിക്ഷേപിക്കപ്പെടുന്നത് സ്വർഗരാജ്യത്തിലാണ്. സ്വർഗരാജ്യത്തിൽ നിക്ഷേപം നടത്തേണ്ടതിൻ്റെ ആവശ്യകത കൂടിയാണ്. ജീവിതം ദാരിദ്ര്യം നിറഞ്ഞതായിരിക്കണം. ഒരു പരിധിയിൽ കവിഞ്ഞ ലൗകിക സുഖങ്ങൾ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തണം. ചെയ്ത പാപങ്ങളുടെ പരിഹാരാർത്ഥവും മറ്റു ദരിദ്രരായ വ്യക്തികളെ ഉദ്ദേശിച്ചുകൊണ്ടും ചില സുഖഭോഗങ്ങളിൽ നിന്ന്, അത് ഭക്ഷണമെന്ന സുഖഭോഗമായിരിക്കാം, വസ്ത്രമെന്ന സുഖഭോഗമായിരിക്കാം, പാർപ്പിടത്തിലെ മറ്റു സൗകര്യങ്ങളെന്ന സുഖഭോഗമായിരിക്കാം, അവ ലഘൂകരിക്കുമ്പോൾ ദാരിദ്ര്യം എന്ന വ്രതം പാലിക്കപ്പെടുകയാണ്. ബ്രഹ്മചര്യം എന്ന വ്രതം അവർ പാലിക്കുന്നുണ്ട്. ബ്രഹ്മചര്യം അഥവാ കന്യാവ്രതം എന്ന വ്രതം അവർ അനുഷ്ഠിക്കുന്നുണ്ട്. മൂന്നാമതായിട്ടുള്ളത് അനുസരണയാണ്. അനുസരിക്കുക എന്നുള്ളത് മേലധികാരിയെ അനുസരിച്ചുകൊണ്ടുള്ള താഴ്മയോടെയുള്ള ജീവിതം. തീർച്ചയായിട്ടും ആ ഒരു ജീവിതത്തിൻ്റെ സൂചനയാണ് യേശുക്രിസ്തു ശിഷ്യന്മാരെ ഇപ്രകാരമുള്ള സന്യസ്ത വേലയ്ക്ക്, അപ്പസ്തോല വേലയ്ക്ക്, സുവിശേഷ പ്രഘോഷണ വേലയ്ക്ക് അയക്കുമ്പോൾ പറഞ്ഞു കൊടുക്കുന്നത്. ഇവിടെ നമുക്ക് കേൾക്കാം, ചെരിപ്പോ വടിയോ പണമോ സഞ്ചിയോ ഒന്നും കരുതാതെയുള്ള ജീവിതം എന്ന് പറയുമ്പോൾ ലൗകിക സുഖങ്ങളെ ഉപേക്ഷിക്കുക, അതിൻ്റെ പരമാവധി ഉപേക്ഷിക്കുക.
നിങ്ങളെ സ്നേഹിക്കുന്നവരാണ് നിങ്ങൾ പോകാൻ പോകുന്ന സ്ഥലത്തുള്ളത്. അവർ തരുന്ന സ്നേഹം ഒരുപക്ഷെ കുരിശുമരണമായിരുന്നാൽ പോലും അത് സ്നേഹമായി ഏറ്റുവാങ്ങിക്കൊണ്ട് ജീവിക്കുക എന്ന് അർത്ഥത്തിൽ തന്നെയാണ് യേശു അവരെ പറഞ്ഞയക്കുന്നത്. നിങ്ങൾ പോകുന്നിടത്ത് എല്ലായിടത്തും നിങ്ങൾക്ക് പൂമാല തന്നുകൊണ്ട്, പുഷ്പങ്ങൾ കൊണ്ട്, ചുവന്ന പരവതാനി വിരിച്ചുകൊണ്ട് നിങ്ങളെ സ്വീകരിക്കണമെന്നില്ല. ദാരുണമായ മരണങ്ങൾക്ക് നിങ്ങൾ വിധേയരാകേണ്ടി വരും എന്നൊക്കെ പല ഭാഗങ്ങളിലായി യേശുവിൻ്റെ വാക്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇവിടെയും ദാരിദ്ര്യം നിറഞ്ഞ ഒരു ഭാവിയെ മാത്രമാണ് യേശു വാഗ്ദാനം ചെയ്യുന്നത്. ഈ ദാരിദ്ര്യം നിറഞ്ഞ ഭാവി മരണത്തിന് ശേഷമുള്ള അനന്തമായ ജീവിതത്തിലേക്കുള്ള ശാന്തിക്ക് വേണ്ടിയാണ്, അനന്തമായ ശാന്തിക്ക് വേണ്ടിയാണ്. ആ ശാന്തി ഇഹലോകത്തിൽ ലഭ്യമാകുന്ന കുഞ്ഞു ദാരിദ്ര്യങ്ങളുമായി കരുതുമ്പോൾ ആ ശാന്തി അനന്തമാണ്. സങ്കല്പിക്കാൻ വയ്യാത്ത രീതിയിലുള്ള വലിയൊരു സന്തോഷത്തിൻ്റെ പേരാണ് ആ ശാന്തി, ആ സമാധാനം. അത് നമുക്ക് നേടിയെടുക്കുന്നതിന് വേണ്ടി ദാരിദ്ര്യം അനുഷ്ഠിച്ചുകൊണ്ട് ബാക്കി ലഭ്യമാകുന്ന പണം, ബാങ്കിൽ നിക്ഷേപിക്കുന്ന പണം, ബാങ്കിൽ നിക്ഷേപിക്കപ്പെടാൻ പറ്റാത്ത രീതിയിലുള്ള പണമാക്കി സ്വർഗരാജ്യത്തിൽ നിക്ഷേപിച്ചു തുടങ്ങാം. അശുദ്ധാത്മാക്കളുടെ മേൽ അവർക്ക് അധികാരവും കൊടുത്തു. അവൻ കൽപ്പിച്ചു, യാത്രയ്ക്ക് വടിയല്ലാതെ മറ്റൊന്നും, അപ്പമോ സഞ്ചിയോ അരപ്പട്ടയിൽ പണമോ കരുതരുത്. വടി ഉപയോഗിക്കാൻ മാത്രം യേശു അനുവാദം കൊടുക്കുന്നു. ചെരുപ്പ് ധരിക്കാം, ചെരുപ്പിനും അനുവാദം കൊടുത്തിരിക്കുന്നു. 2 ഉടുപ്പുകൾ ധരിക്കരുത്. അവൻ തുടർന്നു, നിങ്ങൾ ഏതെങ്കിലും സ്ഥലത്ത് ഒരു വീട്ടിൽ പ്രവേശിച്ചാൽ അവിടം വിട്ടു പോകുന്നതുവരെ ആ വീട്ടിൽ താമസിക്കുവിൻ. എവിടെയെങ്കിലും ജനങ്ങൾ നിങ്ങളെ സ്വീകരിക്കാതിരിക്കുകയോ നിങ്ങളുടെ വാക്കുകൾ ശ്രവിക്കാതിരിക്കുകയോ ചെയ്താൽ അവിടെ നിന്നും പുറപ്പെടുമ്പോൾ അവർക്ക് സാക്ഷ്യത്തിനായി നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളയുവിൻ. പൊടി അവശേഷിപ്പിച്ചിട്ട് തിരിച്ചു പോരുവിൻ. ഞാൻ അതുപോലും എടുക്കുന്നില്ല. നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളയുവിൻ. ശിഷ്യന്മാർ പുറപ്പെട്ട് ജനങ്ങളോട് അനുതപിക്കണമെന്ന് പ്രസംഗിച്ചു. വചനപ്രഘോഷണം അവർ തുടങ്ങിക്കഴിഞ്ഞു. യേശു മരിച്ചതിന് ശേഷമല്ല, ഒരു റിഹേഴ്സൽ എന്ന് പറയാം. നാടകം കളിക്കുന്നതിന് മുമ്പ് പരിശീലിക്കുന്നതാണല്ലോ നാടക റിഹേഴ്സൽ. യേശു മരിക്കുന്നതിന് മുമ്പുള്ള ഒരു റിഹേഴ്സലാണ് അവർ നടത്തിയത്. അവർ വചനപ്രഘോഷണം തുടങ്ങിക്കഴിഞ്ഞു. ശിഷ്യന്മാർ പുറപ്പെട്ട് ജനങ്ങളോട് അനുതപിക്കണമെന്ന് പ്രസംഗിച്ചു. അനേകം പിശാചുക്കളെ പുറത്താക്കി. അനേകം രോഗികളെ തൈലം പൂശി സുഖപ്പെടുത്തി. തൈലം പൂശുന്നതിൻ്റെ ആവശ്യകതയിലേക്ക് കൂടിയാണ് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. സ്നാപക യോഹന്നാൻ്റെ ശിരച്ഛേദം. ഹെറോദസ് രാജാവും ഇക്കാര്യങ്ങൾ കേട്ടു. യേശുവിൻ്റെ പേര് പ്രസിദ്ധമായി കഴിഞ്ഞിരുന്നു. ചിലർ പറഞ്ഞു, സ്നാപക യോഹന്നാൻ മരിച്ചവരിൽ നിന്ന് ഉയിർപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് അത്ഭുതകരമായ ഈ ശക്തികൾ ഇവനിൽ പ്രവർത്തിക്കുന്നത്. മറ്റു ചിലർ പറഞ്ഞു, ഇവൻ ഏലിയ ആണ്. വേറെ ചിലർ പറഞ്ഞു, പ്രവാചകരിൽ ഒരുവനെപ്പോലെ ഇവനും പ്രവാചകനാണ്. എന്നാൽ ഇതെല്ലാം കേട്ടപ്പോൾ ഹെറോദേസ് പ്രസ്താവിച്ചു,
ഞാൻ ശിരച്ഛേദം ചെയ്ത യോഹന്നാൻ ഉയിർപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഹേറോദേസ് ആളയച്ച് യോഹന്നാനെ പിടിപ്പിക്കുകയും കാരാഗൃഹത്തിൽ ബന്ധിക്കുകയും ചെയ്തിരുന്നു. സ്വന്തം സഹോദരനായ പീലിപ്പോസിൻ്റെ ഭാര്യ ഹേറോദിയ നിമിത്തമാണ് അവൻ ഇങ്ങനെ ചെയ്തത്. അവൻ അവളെ വിവാഹം ചെയ്തിരുന്നു. യോഹന്നാൻ ഹേറോദസിനോട് പറഞ്ഞു, സഹോദരൻ്റെ ഭാര്യയെ നീ സ്വന്തമാക്കുന്നത് നിഷിദ്ധമാണ്. മറ്റൊരാളുടെ ഭാര്യയെ സ്വന്തമാക്കുന്നത് നിഷിദ്ധമാണ് എന്ന് യേശു ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് തുടർന്നു പോരണം. അതിനു പകരം യേശുവിനെ ധിക്കരിച്ചുകൊണ്ട് ആ നിയമം ആരെങ്കിലും മാറ്റി എഴുതിയിട്ടുണ്ടെങ്കിൽ ദൈവപുത്രനോട് ചെയ്ത വലിയ ഒരു തെറ്റാണ്. അപ്രകാരം യേശുവിൻ്റെ ആ നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് എത്ര വേണമെങ്കിലും വിവാഹം കഴിക്കാം എന്ന് നിയമം മാറ്റി എഴുതിയ വ്യക്തികളെ നമുക്കറിയാം. വിവാഹം കഴിച്ചവരെ നമുക്കറിയാം. പല പ്രായക്കാരെ വിവാഹം കഴിച്ച വ്യക്തിയെ നമുക്കറിയാം. വലിയ ഒരു തെറ്റാണ് ആ വ്യക്തി ഈ കാര്യവുമായി ബന്ധപ്പെട്ട് ചെയ്തത്. വേറെ ഏത് നന്മ പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിലും ദൈവം പാപപരിഹാരത്തിനായി ബലിയായിത്തീരുന്നതിന് വേണ്ടി ഭൂമിയിലേക്ക് അയച്ച ദൈവപുത്രൻ്റെ കൽപ്പനകളെ ലംഘിച്ചുകൊണ്ട് സഹോദരൻ്റെ ഭാര്യയെ വിവാഹം ചെയ്യുന്നത്, അന്യപുരുഷൻ്റെ ഭാര്യയെ വിവാഹം ചെയ്യുന്നത്, മറ്റു പുരുഷന്മാരുടെ ഭാര്യമാരെ വിവാഹം ചെയ്യുന്നത്, നിരവധി സ്ത്രീകളെ ഒരേ സമയം വിവാഹം ചെയ്യുന്നത് ഒരു തെറ്റാണെന്നുള്ള സന്ദേശം കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിന് ഘടകവിരുദ്ധമായി ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ, അപ്രകാരം നിയമമുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, അതോടൊപ്പം വിവാഹം കഴിക്കാം, ഇഷ്ടമുള്ളപ്പോൾ വിവാഹമോചനവും നടത്താം എന്ന നിയമങ്ങളുണ്ടാക്കിയിട്ടുള്ളവരുണ്ട്. തീർച്ചയായിട്ടും ആ നിയമമുണ്ടാക്കിയിട്ടുള്ളവർ ആ നിയമവുമായി ചെയ്തിരിക്കുന്നത് തെറ്റാണ്. ആ തെറ്റിന് ആ മരിച്ചുപോയവർക്ക് ദൈവം മാപ്പ് കൊടുക്കട്ടെ. അവർക്ക് വേണ്ടി കൂടി നാം പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. യോഹന്നാൻ ഹെറോദേസിനോട് പറഞ്ഞു, സഹോദരൻ്റെ ഭാര്യയെ നീ സ്വന്തമാക്കുന്നത് നിഷിദ്ധമാണ്. തന്മൂലം ഹേറോദിയായ്ക്ക് യോഹന്നാനോട് വിരോധം തോന്നി. അവനെ വധിക്കാൻ അവൾ ആഗ്രഹിച്ചു. എന്നാൽ അവൾക്ക് സാധിച്ചില്ല. എന്തെന്നാൽ യോഹന്നാൻ നീതിമാനും വിശുദ്ധനുമാണെന്ന് അറിഞ്ഞിരുന്നതുകൊണ്ട് ഹെറോദേസ് അവനെ ഭയപ്പെട്ടു, സംരക്ഷണം നൽകിപ്പോന്നു. അവൻ്റെ വാക്കുകൾ അവനെ അസ്വസ്ഥനാക്കിയിരുന്നെങ്കിലും അവൻ പറയുന്നതെല്ലാം സന്തോഷത്തോടെ കേൾക്കുമായിരുന്നു. ഹെറോദേസ് തൻ്റെ ജന്മദിനത്തിൽ രാജസേവകന്മാർക്കും സഹസ്രാധിപന്മാർക്കും ഗലീലിയിലെ പ്രമാണികൾക്കും വിരുന്ന് നൽകിയപ്പോൾ ഹെറോദിയായ്ക്ക് അനുകൂലമായ ഒരു അവസരം വന്നു ചേർന്നു. അവളുടെ മകൾ വന്ന് നൃത്തം ചെയ്ത് ഹെറോദിസിനെയും അതിഥികളെയും പ്രീതിപ്പെടുത്തി. രാജാവ് പെൺകുട്ടിയോട് പറഞ്ഞു, നീ ആഗ്രഹിക്കുന്നതെന്തും ചോദിച്ചുകൊള്ളുക, അത് ഞാൻ നിനക്ക് തരും. അവൻ അവളോട് ശപഥം ചെയ്തു പറഞ്ഞു, നീ എന്തു തന്നെ ചോദിച്ചാലും
എൻ്റെ രാജ്യത്തിൻ്റെ പകുതി പോലും ഞാൻ നിനക്ക് തരും. അവൾ പോയി അമ്മയോട് ചോദിച്ചു, ഞാൻ എന്താണ് ആവശ്യപ്പെടേണ്ടത്? അമ്മ പറഞ്ഞു, സ്നാപക യോഹന്നാൻ്റെ ശിരസ്. അവൾ ഉടനെ അകത്തു വന്ന് രാജാവിനോട് ആവശ്യപ്പെട്ടു, ഇപ്പോൾ തന്നെ സ്നാപക യോഹന്നാൻ്റെ ശിരസ് ഒരു തളികയിൽ വെച്ച് എനിക്ക് തരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. രാജാവ് അതീവ ദുഃഖിതനായി. എങ്കിലും തൻ്റെ ശപഥത്തെ പ്രതിയും അതിഥികളെ വിചാരിച്ചും അവളുടെ ആഗ്രഹം നിരസിക്കാൻ അവന് തോന്നിയില്ല. അവൻ്റെ തല കൊണ്ടുവരാൻ ആജ്ഞാപിച്ച് ഒരു സേവകനെ രാജാവ് ഉടനെ അയച്ചു. അവൻ കാരാഗൃഹത്തിൽ ചെന്ന് യോഹന്നാൻ്റെ തല വെട്ടിയെടുത്തു. അത്ഭുതാവഹമായ സംഭവം കൃത്യമായ രീതിയിൽ എഴുതിയിരിക്കുന്നു. പൊടിപ്പും തൊങ്ങലും ചേർക്കാതെ കൃത്യമായ രീതിയിൽ എഴുതിയിരിക്കുന്നു. ഒരു കുഞ്ഞു ഉറുമ്പിനെ കൊല്ലുന്നത് പോലെ ആ ലാഘവത്തോടെ തല വെട്ടിയെടുത്ത് കൊണ്ടുവന്നിരിക്കുന്നു. കൂടെ കൂടിയിരുന്ന വിരുന്നിന് കൂടിയിരുന്ന സഹസ്രാധിപന്മാരെയും മറ്റു പ്രമാണികളെയും ഓർത്തുകൊണ്ട് അവരുടെ മുന്നിൽ വില പോവാതിരിക്കാൻ മകളുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തു. തല വെട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു. ഭക്ഷണത്തിനായി ഏതെങ്കിലും മൃഗത്തിനെ തല വെട്ടിയെടുക്കുന്നത് പോലെ, കോഴിയുടെ തല വെട്ടിയെടുക്കുന്നത് പോലെ, മറ്റേതെങ്കിലും പക്ഷികളുടെ മൃഗങ്ങളുടെ തല വെട്ടിയെടുക്കുന്നത് പോലെ ഒരു മനുഷ്യൻ്റെ, ദൈവം തൻ്റെ സ്വന്തം ഛായയിൽ സൃഷ്ടിച്ച മനുഷ്യൻ്റെ തല വെട്ടിയെടുത്തുകൊണ്ട് ബാക്കി ഭാഗം കാരാഗൃഹത്തിൽ ഉപേക്ഷിച്ചുകൊണ്ട് വന്നിരിക്കുന്നു. മനോഹരമായ വിവരണം നീതിക്ക് വേണ്ടി നിലകൊണ്ട സ്നാപക യോഹന്നാനെ, അനുതാപത്തിനു വേണ്ടി പ്രസംഗിച്ച യോഹന്നാനെ ശിരസില്ലാത്ത ഒരു ശരീരം മാത്രമാക്കി, വീണുകിടക്കുന്ന ഒരു ശരീരം മാത്രമാക്കി കാരാഗൃഹത്തിൽ അവശേഷിപ്പിച്ചുകൊണ്ട് തളികയിൽ ഇതാ കൊണ്ടുവന്നിരിക്കുന്നു. സർവ്വസാധാരണമായി നാം തളികയിൽ എടുക്കാറുള്ളത് സ്വാദിഷ്ടമായ ഭക്ഷണ പദാർത്ഥങ്ങളാണ്. ഇവിടെ ഇതാ തളികയിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു മനുഷ്യ ശരീരത്തിലെ മർമ്മപ്രധാന ഭാഗമായ ശിരസ്സാണ്. അത് പുതുമയാർന്ന ശിരസ്സാണ്. അതിനാൽ തന്നെ ആ ശിരസിൽ നിന്നും രക്തം ഊറിക്കൊണ്ടിരിക്കുന്നുണ്ട്. സാധാരണ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തളികയിൽ നമ്മൾ സ്വാദിഷ്ടമായ ഭക്ഷണ പദാർത്ഥങ്ങളാണ് വയ്ക്കാറുള്ളത്, അല്ലെങ്കിൽ പൂക്കളാണ് വയ്ക്കാറുള്ളത്. ഇവിടെ തലയോടൊപ്പം അതിന് ഒരു മേമ്പൊടി എന്ന വണ്ണം രക്തവും കിടക്കുന്നുണ്ട്. അത് സമ്മാനമായി ആഗ്രഹിക്കുന്ന ഹേറോദിയായുടെ മകൾ ഒരുപക്ഷെ രാജാവും മനസ്സിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ ആ ആഗ്രഹം വച്ച് പുലർത്തുന്നുണ്ടാവില്ലേ? തീർച്ചയായിട്ടും അദ്ദേഹം സഹോദര ഭാര്യയെ
പ്രണയിച്ചത് കൊണ്ടാണ്, വിവാഹം ചെയ്തത് കൊണ്ടാണ് ഭാര്യ തന്നെ ഇങ്ങനെ ആവശ്യപ്പെട്ടത്. ഭാര്യയ്ക്ക് കുറച്ച് അനുകൂലമായി അദ്ദേഹത്തിൻ്റെ മനസ്സിലും ചിന്താഗതി ഉണ്ടാവണമല്ലോ. കാരണം സ്നാപയോഹന്നാനെ കാരാഗൃഹത്തിലടയ്ക്കുന്നത് ഇക്കാരണത്തെ പ്രതിയാണ്, രാജാവാണ്. തീർച്ചയായിട്ടും ശിരസ്സർക്കപ്പെട്ടത് നീതിയുടേതാണ്. ശിരസ്സർക്കപ്പെട്ടത് അനുതാപത്തിൻ്റെ വചനപ്രഘോഷകൻ്റെ ശിരസ്സായിരുന്നു. തീർച്ചയായിട്ടും മനുഷ്യരിൽ ഏറ്റവും മുന്തിയ ഒരു സ്ഥാനം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് സ്നാപക യോഹന്നാൻ. മനുഷ്യസ്ത്രീകളിൽ നിന്ന് ജനിച്ച സ്ത്രീകളിൽ സ്നാപക യോഹന്നാനുള്ള സ്ഥാനം ഞാൻ ഇതിനു മുമ്പുള്ള ഒരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഇവിടെ ഞാൻ പറയുന്നില്ല. ആ വ്യക്തി ശിരച്ഛേദനം ചെയ്യപ്പെടുകയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അവൻ്റെ തല കൊണ്ടുവരാൻ ആജ്ഞാപിച്ച് ഒരു സേവകനെ രാജാവ് ഉടനെ അയച്ചു. അവൻ കാരാഗൃഹത്തിൽ ചെന്ന് യോഹന്നാൻ്റെ തല വെട്ടിയെടുത്തു. അത് ഒരു തളികയിൽ വെച്ച് കൊണ്ടുവന്ന് പെൺകുട്ടിക്ക് കൊടുത്തു. അവളത് അമ്മയെ ഏൽപ്പിച്ചു. ഈ വിവരമറിഞ്ഞ യോഹന്നാൻ്റെ ശിഷ്യന്മാർ വന്ന് മൃതദേഹം കല്ലറയിൽ സംസ്കരിച്ചു. അപ്പം വർദ്ധിപ്പിക്കുന്നു. അപ്പസ്തോലന്മാർ യേശുവിൻ്റെ അടുത്ത് ഒരുമിച്ച് കൂടി തങ്ങൾ ചെയ്തതും പഠിപ്പിച്ചതും അറിയിച്ചു. അനേകം ആളുകൾ അവിടെ വരികയും പോകുകയും ചെയ്തിരുന്നു. ഭക്ഷണം കഴിക്കാൻ പോലും അവർക്ക് ഒഴിവ് കിട്ടിയിരുന്നില്ല. അതിനാൽ അവൻ പറഞ്ഞു, നിങ്ങൾ ഒരു വിജനസ്ഥലത്തേക്ക് വരുവിൻ, അല്പം വിശ്രമിക്കാം. യേശുവിൻ്റെ കൂടെ സദാ നടക്കുന്ന കുറേ പേർ, യേശുവിൻ്റെ വചനം ശ്രവിക്കാൻ വേണ്ടി യേശുവിൻ്റെ ശിഷ്യന്മാരുടെ കൂടെ നടക്കുന്ന ഒരു വലിയ ജനക്കൂട്ടം ഇവിടെയുമുണ്ട്. അവർ തളർന്നവശരായി. അവരോട് യേശു പറയുകയാണ്, ഒരു വിജനസ്ഥലത്തേക്ക് വരൂ, നമുക്ക് കുറച്ച് വിശ്രമിക്കാം. ഇതുവരെ വചനം ശ്രവിക്കുകയായിരുന്നുവല്ലോ. തളർന്നിട്ടും ശ്രവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ജനത. അങ്ങനെയുള്ള ജനതയ്ക്ക് ഇപ്പോൾ കിട്ടാൻ പോകുന്നത് സുഭിക്ഷമായ ഭക്ഷണമാണെന്ന് നമുക്ക് അടുത്ത വരികൾ വായിക്കുമ്പോൾ മനസ്സിലാവും. അതിനാൽ അവൻ പറഞ്ഞു, നിങ്ങൾ ഒരു വിജനസ്ഥലത്തേക്ക് വരുവിൻ, അല്പം വിശ്രമിക്കാം. അവർ വഞ്ചിയിൽ കയറി ഒരു വിജനസ്ഥലത്തേക്ക് പോയി. പലരും അവരെ കാണുകയും തിരിച്ചറിയുകയും ചെയ്തു. എല്ലാ പട്ടണങ്ങളിൽ നിന്നും ജനങ്ങൾ കരവഴി ഓടി അവർക്ക് മുമ്പേ അവിടെ എത്തി. ഓടി എന്നുള്ളൊരു വാക്ക് നാം ഏവരും ശ്രദ്ധിക്കണം. യേശുവിനെ കാണാനും കേൾക്കാനും കരവഴി ഓടി അവർ വഞ്ചിയിൽ മറുകര എത്തുന്നതിന് മുമ്പേ അവിടെ എത്താനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു. അത് നാം മനസ്സിലാക്കുമ്പോൾ എത്ര പേരാണ് യേശുവിൻ്റെ വചനശ്രവണത്തിന് ഉണ്ടായിരുന്നതെന്നുള്ളതിൻ്റെ ഒരു നേർചിത്രം നമുക്ക് കിട്ടുന്നുണ്ട്. അവർ വഞ്ചിയിൽ കയറി ഒരു വിജനസ്ഥലത്തേക്ക് പോയി. പലരും അവരെ കാണുകയും തിരിച്ചറിയുകയും ചെയ്തു. എല്ലാ പട്ടണങ്ങളിൽ നിന്ന് ജനങ്ങൾ കരവഴി ഓടി അവർക്ക് മുമ്പേ അവിടെ എത്തി. അവൻ
കരയ്ക്കിറങ്ങിയപ്പോൾ വലിയ ഒരു ജനക്കൂട്ടത്തെ കണ്ടു. അവരോട് അവന് അനുകമ്പ തോന്നി. നമ്മോടും യേശുവിന് അനുകമ്പ തോന്നട്ടെ. നമ്മളും യേശു ചെല്ലുന്നിടത്ത് ചെല്ലാൻ വേണ്ടി ഒരുപക്ഷെ വഞ്ചിയിൽ സ്ഥലം കിട്ടിയില്ലെങ്കിൽ നമുക്കും കരവഴി ഓടി ആ വഞ്ചി എവിടെ എത്തിച്ചേരുന്നുവോ അവിടെ ഒരു വട്ടം ചുറ്റിയാണെങ്കിലും ഓടിയെത്താൻ ശ്രമിക്കാം. നമ്മോടും യേശുവിന് അനുകമ്പ തോന്നട്ടെ. നമുക്കും യേശു ഭക്ഷണം തരട്ടെ. ശരീരത്തിൻ്റെ ഭക്ഷണം മാത്രമല്ല, ആത്മാവിൻ്റെ ഭക്ഷണവും തരട്ടെ. ഏറ്റവും വലുത് ആത്മാവിൻ്റെ ഭക്ഷണമാണ്. അത് നിറഞ്ഞു കവിഞ്ഞാൽ അതാണ് സമ്പാദ്യം, അതാണ് സ്വർഗത്തിലേക്കുള്ള നിക്ഷേപം എന്നുള്ള ബോധ്യത്തോടു കൂടി യേശുവിന് നമ്മോട് അനുകമ്പ തോന്നാനിടവരും വിധം നമുക്ക് യേശുവിൻ്റെ വചനം ശ്രവിക്കാൻ വഞ്ചിയിലിടം കിട്ടിയില്ലെങ്കിലും കരവഴി ഓടാം. നമുക്ക് യേശു എത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന സ്ഥലത്ത് എത്തിച്ചേരാം. യേശുവിൻ്റെ വചനം ശ്രവിക്കാം. എല്ലാ പട്ടണങ്ങളിൽ നിന്ന് ജനങ്ങൾ കരവഴി ഓടി അവർക്ക് മുമ്പേ അവിടെ എത്തി. അവൻ കരയ്ക്കിറങ്ങിയപ്പോൾ വലിയ ഒരു ജനക്കൂട്ടത്തെ കണ്ടു. അവരോട് അവന് അനുകമ്പ തോന്നി. കാരണം അവർ ഇടയനില്ലാത്ത ആട്ടിൻപറ്റം പോലെയായിരുന്നു. അവൻ അവരെ പല കാര്യങ്ങളും പഠിപ്പിക്കാൻ തുടങ്ങി. നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ അവൻ്റെ അടുത്ത് വന്നു പറഞ്ഞു, ഇത് ഒരു വിജനപ്രദേശമാണല്ലോ. ഒന്നോർമ്മിക്കണം, പല ദിവസങ്ങളായി യേശുവിൻ്റെ കൂടെയുണ്ട്. ആ ദിവസവും എത്രയോ മണിക്കൂറുകളായി ശ്രവിക്കുന്നു. ഇതാ സായാഹ്നമായിരിക്കുന്നു. അവരാരും പോകുന്നില്ല. ഈ വചനം ശ്രവിക്കാൻ യേശുവിൻ്റെ പിന്നാലെ ഊണും ഉറക്കവും ഉപേക്ഷിച്ച് നടക്കുന്ന ഒരു ജനത. യേശുവിന് എങ്ങനെ അവരോട് അനുകമ്പ തോന്നാതിരിക്കും? നമുക്കും ഊണും ഉറക്കവും ഒഴിച്ച് യേശുവിൻ്റെ വചനശ്രവണത്തിനായും യേശുവിനു വേണ്ടിയുള്ളൊരു ജീവിതത്തിനായും ജീവിതം മാറ്റിവയ്ക്കാം. അവർ ഇടയനില്ലാത്ത ആട്ടിൻ പറ്റം പോലെയായിരുന്നു. അവൻ അവരെ പല കാര്യങ്ങളും പഠിപ്പിക്കാൻ തുടങ്ങി. നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ അവൻ്റെ അടുത്ത് വന്നു പറഞ്ഞു, ഇത് ഒരു വിജനപ്രദേശമാണല്ലോ. സമയവും വൈകിയിരിക്കുന്നു. ചുറ്റുമുള്ള നാട്ടിൻപുറങ്ങളിലും ഗ്രാമങ്ങളിലും ചെന്ന് എന്തെങ്കിലും വാങ്ങി ഭക്ഷിക്കാൻ അവരെ പറഞ്ഞയക്കുക. അവൻ പ്രതിവചിച്ചു, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുവിൻ. ഭക്ഷിക്കാൻ അന്യ സ്ഥലങ്ങളിലേക്ക് പോകാൻ പറയുമ്പോൾ യേശു തിരിച്ചു പറയുന്നത്, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുവിൻ എന്നാണ്. തീർച്ചയായിട്ടും നമുക്കും മറ്റുള്ളവരെ ഭക്ഷണത്തിനായി വിദൂരതകളിലേക്ക് വിടുന്നതിന് പകരം നമുക്ക് എങ്ങനെ അവർക്ക് ഭക്ഷണം കൊടുക്കാൻ സാധിക്കുമെന്നുള്ള ചിന്തയോടുകൂടി ജീവിക്കാൻ ശ്രമിക്കാം. അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാനിടവരട്ടെ. അതുവരെ യേശു എൻ്റെയും നിങ്ങളുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശുവിനോടൊത്തുള്ള ജീവിതത്തിൽ ആയിരിക്കുമ്പോൾ ദൈവപിതാവിനോടൊത്തുള്ള ജീവിതത്തിലാണെന്നുള്ള വിശ്വാസത്തോടു കൂടി ദൈവപിതാവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവപുത്രന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനോടൊത്ത് പരിശുദ്ധ ത്രിത്വത്തോടൊത്ത് ആയിരിക്കാം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.